നെഹേമിയ 3-ാം അധ്യായം. മതിൽ പുനരുദ്ധരിക്കുന്നു. പ്രധാന പുരോഹിതനായ എലിയാഷാബ് സഹപുരോഹിതന്മാരോടൊത്ത് അജകവാടം പണിതു. അവർ അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടത്തുകയും കതകുകൾ പിടിപ്പിക്കുകയും ചെയ്തു. ശതഗോപുരവും ഹനനേൽ ഗോപുരവും വരെ പണിത് പ്രതിഷ്ഠാകർമ്മം നടത്തി. അതിനോട് ചേർന്ന ഭാഗം ജെറീക്കോക്കാരും അതിനപ്പുറം ഇമ്രിയുടെ പുത്രൻ സദൂക്കരും പണിതു. ഹസ്സേനായുടെ പുത്രന്മാർ മത്സ്യകവാടം പണിത് അതിന് ഉത്തരം കതക്, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിച്ചു. അടുത്ത ഭാഗം ഹക്കോസിൻ്റെ പുത്രനായ ഊറിയായുടെ പുത്രൻ മോറോമോത്ത് പുതുക്കിപ്പണിത്. തുടർന്നുള്ള ഭാഗം മെഷേസാബിലിൻ്റെ പുത്രനായ ബറേക്യയുടെ പുത്രൻ മെഷൂബും പണിതു. അടുത്ത ഭാഗം ബാനായുടെ പുത്രൻ സദോക്ക് പുതുക്കിപ്പണിതു. തെക്കോക്കാരാണ് അടുത്ത ഭാഗം പണിത്. എന്നാൽ മേലാളന്മാർ നിശ്ചയിച്ച ജോലി പ്രമുഖർ ചെയ്തില്ല. പാസേയുടെ പുത്രൻ യോദാവും ബസായുടെ പുത്രന്മാർ മെഷുല്ലുക്കും പ്രാചീന കവാടം പണിത് ഉത്തരം കതകുകൾ, കുറ്റി, ഓടാമ്പലുകൾ എന്നിവ ഉറപ്പിച്ചു. ഗിബായോൻകാരനായ മേലാത്തോയും മൊറോജിനായ യോദാവും ഗിൽബാനായും മിസ്പായും ആളുകളും തുടർന്നുള്ള ഭാഗം പണിതു. അവർ നദിക്കക്കരെയുള്ള ദേശത്തിൻ്റെ അധിപന്മാരുടെ കീഴിലായിരുന്നു. തുടർന്നുള്ള ഭാഗം സ്വർണ്ണപ്പണിക്കാരനായ ഹർദായിയുടെ പുത്രൻ ഇസിയേൽ പണിതു. പിന്നീടുള്ള ഭാഗം സുഗന്ധ വ്യാപാരിയായ ഹനാനിയ പണിതു. അങ്ങനെ അവർ വിശാല മതിലുകൾ വരെ യെരുസലേം പുനരുദ്ധരിച്ചു. യെരുസലേമിൻ്റെ അർദ്ധഭാഗത്തിൻ്റെ അധിപനായ ഹൂറിൻ്റെ പുത്രൻ റഫായ അടുത്ത ഭാഗം പണിതു. ഹറൂമാഫിൻ്റെ പുത്രൻ യദായ തൻ്റെ വീടിന് നേരെയുള്ള ഭാഗം പണിതു. ഹഷാബെനിനായുടെ പുത്രൻ ഹത്തൂഷ് തുടർന്നുള്ള ഭാഗം പണിതു. ഹാറിൻ്റെ പുത്രൻ മൽക്കിയായും പക്കാത്മതിയും പുത്രൻ ഷെബുവും അടുത്ത ഭാഗവും ചൂളഗോപുരവും പണിതു. അടുത്ത ഭാഗം ജെറുസലേമിൻ്റെ മറ്റേ അർദ്ധഭാഗത്തിൻ്റെ അധിപനായ ഷെല്ലോഷെക്കിൻ്റെ പുത്രൻ ഷെല്ലുമും പുത്രിമാരും പണിതു. ഹനൂന്യരും സനോ നിവാസികളും താഴ്വാര കവാടം പണിതു. അതിന് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ ഇവ ഘടിപ്പിക്കുകയും ചുറ്റുവാതിൽ വരെ 1000 മുഴം നീളത്തിൽ മതിലിൻ്റെ അറ്റകുറ്റപ്പണി തീർക്കുകയും ചെയ്തു. ബദ്ലേക്കാറും ദേശത്തിൻ്റെ അധിപനും റെഖാബിൻ്റെ പുത്രനുമായ മൽക്കിയ ചുറ്റുവാതിൽ പുതുക്കി പണിതു. അതിന് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ പിടിപ്പിച്ചു. മിസ്പായുടെ അധിപനും ഹെൽസായുടെ പുത്രനുമായ ഷല്ലുമും ഉറവുവാതിൽ പുതുക്കി മേഞ്ഞ് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിച്ചു. അവൻ രാജകീയ ഉദ്യാനത്തിലെ ഷേലാക്കളം കെട്ടിച്ച് ദാവീദിൻ്റെ നഗരത്തിലേക്ക് ഇറങ്ങുന്ന ഗോണിപ്പടി വരെ പണിതു. ബെൽസൂറിൻ്റെ അർദ്ധഭാഗത്തിൻ്റെ അധിപനും അർസ്ബൂക്കിൻ്റെ പുത്രനായ നെഹേമിയ ദാവീദിൻ്റെ ശവകൂടാരത്തിൽ എതിർഭാഗം വരെ കൃത്രിമ വ്യാപി വരെയും അടിത്താവളം വരെയും അറ്റകുറ്റപ്പണികൾ നിർത്തി. തുടർന്നുള്ള ഭാഗം ലേവ്യർ പണിതു. ബാനിയുടെ പുത്രൻ റേഹും അടുത്ത ഭാഗം പണിതു. തുടർന്ന് കേലായുടെ അർദ്ധഭാഗത്തിൻ്റെ അധിപനായ ഷെബായിയ തൻ്റെ ദേശത്തെ പ്രതിനിധാനം ചെയ്ത് പണി തുടങ്ങി. തുടർന്നുള്ള ഭാഗം കെയിലായുടെ മറ്റു അർദ്ധഭാഗത്തിൻ്റെ അധിപതിയും ഹനാദിൻ്റെ പുത്രനുമായ പൗവായും ചാർച്ചക്കാരും പണിതു. തുടർന്ന് മിസ്ബായുടെ അധികാരികളും യേഷൂവായുടെ പുത്രനുമായ യേസർ മതിൽ തിരിയുന്നിടത്തെ ആയുധപ്പണിയിലേക്കുള്ള കുന്നിനെതിരെ ഭാഗം പണിതു. അവിടെ മുതൽ പ്രധാന പുരോഹിതൻ ഏലിയാഷിബിൻ്റെ ഭവനകവാടം വരെ സബായിയുടെ പുത്രൻ ബാറൂഖ് മുതുക്കി പണിതു. അവിടെ മുതൽ എലീഷിബിൻ്റെ വീടിൻ്റെ അതിർത്തി വരെയുള്ള ഭാഗം ഹക്കോസിൻ്റെ പുത്രനായ ഊറിയായുടെ പുത്രൻ മോറോത്ത് പണിതു. പിന്നീട് ഭാഗം ജെറുസലേമിന് ചുറ്റും വസിച്ചിരുന്ന പുരോഹിതന്മാർ പണിതു. തുടർന്ന് ബെഞ്ചമിനും
ഹാഷൂബും തങ്ങളുടെ വീടിൻ്റെ നേരെയുള്ള ഭാഗം പുതുക്കി പണിതു. അനന്യായുടെ പുത്രനായ മെസ്സയുടെ പുത്രൻ അസീറിയ തൻ്റെ വീടിനോട് ചേർന്നുള്ള ഭാഗം തുടർന്ന് പണിതു. അതിനുശേഷം ഹന്നാദാദിൻ്റെ പുത്രൻ ബിന്നൂദിൻ്റെ യസറിയയുടെ വീട് മുഴുവൻ മതിൽ തീരുന്നതുവരെ ഭാഗം പണിതു. അവിടെ കാവൽഭടന്മാരുടെ അങ്കണത്തിലേക്ക് തള്ളി നിൽക്കുന്ന കൊട്ടാര ഗോപുരത്തിൻ്റെ എതിർവശത്തുള്ള ഭാഗം ഉസിയയുടെ പുത്രൻ പലാൽ പണിതു. പറോഷിൻ്റെ പുത്രൻ പെദായും ഓഫേർ നിവാസികളായ ദേവാലയ ശുശ്രൂഷകരും കിഴക്കുവശത്തെ ജലകവാടത്തിനും തള്ളി നിൽക്കുന്ന ഗോപുരത്തിനും എതിരെയുള്ള ഭാഗം പുതുക്കി പണിതു. വലിയ ഗോപുരത്തിൻ്റെ എതിരെ ഓഫേൽ ഭിത്തി വരെയുള്ള ഭാഗം തെക്കേ വാതിൽക്കൽ പുതുക്കി പണിതു. അശ്വകവാടം മുതൽ തങ്ങളുടെ വീടിന് നേരെയുള്ള ഭാഗം പുരോഹിതന്മാർ പണിതു. തുടർന്ന് ഇമ്മേറിൻ്റെ പുത്രൻ സാദോക്ക് തൻ്റെ വീടിനെതിരെ ഭാഗം പണിതു. കിഴക്കേ കവാടം സൂക്ഷിപ്പുകാരനായ ഷെക്കേനിയയുടെ പുത്രൻ ഷെമിയ തുടർന്നുള്ള ഭാഗം പണിതു. അടുത്ത ഭാഗം ഷെലേമിയയുടെ പുത്രൻ ഹനാനിയയുടെ സെഫാരിയയുടെ ആറാമത്തെ പുത്രൻ ഹാനുവും പുതുക്കി പണിതു. ബറേഖിൻ്റെ പുത്രൻ മെഷു എല്ലാം തൻ്റെ വീടിന് എതിരെയുള്ള ഭാഗം തുടർന്ന് പുതുക്കി പണിതു. അതിനുശേഷം സ്വർണ്ണപ്പണിക്കാരനായ മിക്കിയ ഭടന്മാരെ വിളിച്ചു കൂട്ടുന്ന മതിൽ തിരിയുന്നവരെയുള്ള കവാടത്തിൻ്റെയും മാളികമുറിയുടെയും എതിർവശം ദേവാലയ ശുശ്രൂഷകരുടെയും വ്യാപാരികളുടെയും വീട് വരെ പുതുക്കി പണിതു. അവിടെ മുതൽ കവാടം വരെയുള്ള ഭാഗം സ്വർണ്ണപ്പണിക്കാരും വ്യാപാരികളും പുതുക്കി പണിതു. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.